റാൻഡം ആക്സസ് മെമ്മറി. നമ്മൾ സെമി കണ്ടക്ടർ മെയിൻ മെമ്മറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മെയിൻ മെമ്മറീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റാം ആൻഡ് റോം, റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ റാം എന്താണെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ, ഈ സ്ലൈഡിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇതാണ് കേട്ടോ ഒരു റാം ചിപ്പ്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു ബോർഡ് ഉണ്ടാവും, ആ ബോർഡിൽ ഇങ്ങനത്തെ ചിപ്പ് വെക്കാനായിട്ടുള്ള സ്ലോട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്ലോട്ടിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവുകയാണ് ചെയ്യുക ഇങ്ങനെ ഒരു റാം ചിപ്പ്. അതായത് റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് ഇങ്ങനൊരു ചിപ്പായിട്ടാണ് കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാവുക. ഓക്കെ, റാം ഈസ് റീഡ് റൈറ്റ് മെമ്മറി. റീഡ് റൈറ്റ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെമ്മറി നമുക്ക് റീഡ് ചെയ്യാനും പറ്റും, അതിനകത്തേക്ക് പുതിയ കണ്ടൻസ് റൈറ്റ് ചെയ്യാനും പറ്റും. അതായത് ഒരിക്കൽ നമ്മൾ റൈറ്റ് ചെയ്താൽ നമുക്കതിനെ ഇറേസ് ചെയ്തിട്ട് വീണ്ടും റൈറ്റ് ചെയ്യാം, പിന്നെ അതിനകത്ത് നിന്ന് റീഡ് ചെയ്യാം. അങ്ങനെയുള്ളൊരു മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. ഈച്ച് പോസസ് റാൻഡം ആക്സസ് പ്രോപ്പർട്ടി. റാൻഡം ആക്സസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് ഉള്ളത് നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞതാണ്. റാൻഡം ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുകയാണെങ്കിലും ഒരേ ആക്സസ് ടൈമാണ് വരിക. അതായത് ഇപ്പോൾ അഡ്രസ്സ് 5-ലിരിക്കുന്ന ഡേറ്റയാണെങ്കിലും അഡ്രസ്സ് 3000-ലിരിക്കുന്ന ഡേറ്റയാണെങ്കിലും ഒക്കെ നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരേ ആക്സസ് ടൈം വെച്ചിട്ടാണ്. ഡയറക്റ്റ് ആ അഡ്രസ്സിലേക്ക് പോയിട്ട് ഡേറ്റ അങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പവർ ഓണായിട്ടിരിക്കുന്ന അത്രയും സമയം മാത്രമേ ഡേറ്റ റീറ്റെയിൻ ചെയ്യുള്ളൂ. പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ഡേറ്റ ലോസ് ആവും. Then its basic storage cell is a flip-flop fabricated with transistors. അതിലൊരു സ്റ്റോറേജ് സെല്ല്, അതും എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോറേജ് സെല്ല് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷനാണ് ഒരു സ്റ്റോറേജ് സെല്ല് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ അറേ ഓഫ് സ്റ്റോറേജ് സെൽസ്. അപ്പോൾ ഒരു സ്റ്റോറേജ് സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറേജ് സെല്ലുകളുടെ ഒരു അറേയാണ്, ഒരു കളക്ഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ് വിത്ത് ബൈപോളാർ ടെക്നോളജി ഓർ വിത്ത് മോസ്. ഈ ബൈപോളാർ ടെക്നോളജി എന്താണെന്നും മോസ് എന്താണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. ഈ രണ്ട് ടെക്നോളജീസാണ് നമ്മൾ റാം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. അതായത് റാം മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പാണുള്ളത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ മാനുഫാക്ചർ ചെയ്യാൻ ഈ ബൈപോളാർ ടെക്നോളജിയോ അല്ലെങ്കിൽ മോസ് ടെക്നോളജിയോ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ബൈപോളാർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് രീതിയിൽ ബൈപോളാർ ടെക്നോളജി വെച്ച് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കാറുണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാക്കാറുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ലോജിക് ആൻഡ് സെക്കൻഡ് വൺ എമിറ്റർ കപ്പിൾഡ് ലോജിക്. TTL എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ലോജിക്, ECL എമിറ്റർ കപ്പിൾഡ് ലോജിക്. ദെൻ മോസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, അത് ട്രാൻസിസ്റ്റർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഈ രണ്ട് ടെക്നോളജീസ് വെച്ചിട്ട് റാമിനെ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. മോസ് റാംസ് ആർ സ്ലോവർ ദാൻ ബൈപോളാർ റാംസ്. ബൈപോളാർ ടെക്നോളജി വെച്ച് മാനുഫാക്ചർ ചെയ്ത റാമിനേക്കാളും സ്ലോ ആണ് മോസ് റാംസ്, ബട്ട് ടേക്സ് ലെസ് പവർ ആൻഡ് സ്പേസ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു റാം, അതായത് മോസ് ടെക്നോളജി വെച്ചിട്ടുണ്ടാക്കിയ ഒരു റാം കുറച്ച് പവറേ കൺസ്യൂം ചെയ്യുള്ളൂ, അതുപോലെ കുറച്ച് സ്പേസേ വേണ്ടതുള്ളൂ. അതായത് ഒരു യൂണിറ്റ് സ്പേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ മെമ്മറി സെൽസ് പാക്കേജ് ചെയ്യാൻ പറ്റും മോസ് റാം ആണെങ്കിൽ ബൈപോളാറിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ ദാറ്റ് മീൻസ് ഹൈ പാക്കേജിങ് ഡെൻസിറ്റി, ലെസ് പവർ ലെസ് സ്പേസേ കൺസ്യൂം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പാക്കേജിങ് ഡെൻസിറ്റി ഉണ്ട്. അതായത് കുറച്ച് സ്പേസിനകത്ത് നമുക്ക് കൂടുതൽ സെല്ലുകൾ പാക്കേജ് ചെയ്യാം, അതായത് സ്റ്റോറേജ് സെല്ല് പാക്കേജ് ചെയ്യാം. ഹെൻസ് ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ മെയിൻ മെമ്മറി. ഇപ്പം മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറിയുടെ സൈസ് കുറവായിട്ടിരിക്കുക, സൈസ് മീൻസ് ആ ഫിസിക്കൽ സൈസാണ് പറഞ്ഞത്, അത് കുറവായിട്ടിരിക്കുക. അതായത് കുറച്ച് സ്പേസിൽ നമുക്ക് കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ പവറും കുറവായിരിക്കണം, പവറും കുറച്ചേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ മെമ്മറിക്ക് പ്രിഫർ ചെയ്യുന്നത് മോസ് റാംസ് ആണ്. പക്ഷേ പിന്നെ എന്തിനാണ് നമ്മൾ ബൈപോളാർ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈപോളാർ ഇസ് യൂസ്ഡ് ഇൻ സിസ്റ്റംസ് ദാറ്റ് റിക്വയർ ഹൈ സ്പീഡ്. അപ്പോൾ മോസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് പവർ കൺസംഷനും ലെസ് സ്പേസ് കൺസംഷനുമാണ്. അതേസമയം അത് സ്ലോ ആണ്. അപ്പോൾ നമുക്ക് ഹൈ സ്പീഡ് ആവശ്യമുള്ള സിസ്റ്റം ആണെങ്കിൽ ബൈപോളാർ ടെക്നോളജി വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്ത റാം യൂസ് ചെയ്യാം. ഇനി റാമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം. സ്റ്റാറ്റിക് റാമിനെ നമ്മൾ ഷോർട്ടായിട്ട് SRAM എന്നാണ് പറയുക. ഇപ്പോൾ ഒരു SRAM സെല്ല് എങ്ങനെയായിരിക്കുക എന്നുള്ളതാണ് ഈ ഡയഗ്രാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിലെ ഒരു സെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുകയെന്ന്. അപ്പോൾ അതിലെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ ഇത്.
ഇത്രയും ഭാഗം. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ക്രോസ് കണക്റ്റഡ് ഇൻവേർട്ടേഴ്സ്, ഇതാണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് വരുന്നത്. അതിനെ നമ്മൾ ലാച്ച് എന്നും പറയും. അതായത് 2 ക്രോസ് കണക്റ്റഡ് ഇൻവേർട്ടേഴ്സാണ്. ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട് ഗേറ്റ് തന്നെ. ക്രോസ് കണക്റ്റഡ് എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ ഈ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഫസ്റ്റ് നോട്ട് ഗേറ്റ് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് സെക്കൻഡ് നോട്ട് ഗേറ്റിന് ഇൻപുട്ടായിട്ട് കൊടുത്തത്. സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് ഫസ്റ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തത്. അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ കണക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് 1 ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ഇൻവേർട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആ 0 ആണ് അടുത്ത നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് ഫീഡ് ചെയ്യണത്. എന്നുവെച്ചാൽ ഈ 0 ഇങ്ങനെ നേരെ ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ 1 പിന്നെ തിരിച്ച് ഇവിടേക്ക് തന്നെ ഫീഡ് ചെയ്യും. അതായത് ഇവിടെ 2 പോയിൻറ്റ്സ് ഇവിടെ 2 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിൻ്റ് എക്സും ഈ പോയിൻ്റ് വൈയും എടുക്കുകയാണെങ്കിൽ എക്സിലെ വാല്യൂ 1 ആണെങ്കിൽ, അതായത് ഈ നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്താണോ അതാണ് ഈ എക്സിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് അത് 1 ആണെങ്കിൽ വൈ എന്ന് പറഞ്ഞ പോയിന്റിലിരിക്കുന്ന വാല്യൂ 0 ആയിരിക്കും. ഇനി എക്സിലിരിക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ നേരെ റിവേഴ്സാണ്, അതിൻ്റെ ഇൻവേഴ്സാണ് ഇപ്പുറത്തുണ്ടാവുക, അതിന് നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സൈഡിലുണ്ടാവുക. അപ്പോൾ എക്സിൽ 0 ആണെങ്കിൽ വൈയിൽ 1 ആയിരിക്കും, എക്സിൽ 1 ആണെങ്കിൽ വൈയിൽ 0 ആയിരിക്കും. ഇത് പോവില്ല. ഇതിങ്ങനെ ക്രോസ് കണക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഇവിടെ 1 ഇൻപുട്ടായിട്ട് കൊടുക്കും ഫസ്റ്റ് ഇൻവേർട്ടറിന്, അത് 0 ഔട്ട്പുട്ടായിട്ട് വരും, അതിവിടെ ഫീഡ് ചെയ്യും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഡേറ്റ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലോസ് ആവില്ല. ഡേറ്റ അവിടെ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യും. അതായത് എക്സിലും വൈയിലുള്ള വാല്യൂ അതേപോലെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ലാച്ച് എന്ന് പറഞ്ഞ പാർട്ട്. പിന്നെ 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, ട്രാൻസിസ്റ്റർ T1 ആൻഡ് ട്രാൻസിസ്റ്റർ T2. ഈ 2 ട്രാൻസിസ്റ്റേഴ്സും സ്വിച്ചസ് ആയിട്ടാണ് ആക്ട് ചെയ്യണത്. അപ്പോൾ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ആ ട്രാൻസിസ്റ്റർ ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ക്ലോസ് ആയി എന്നാണ്. ക്ലോസ് ആയി എന്ന് പറഞ്ഞാൽ അതിലെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തു. ഇനി ട്രാൻസിസ്റ്റർ ഓഫാന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓപ്പൺ ആണ്, അപ്പോൾ അതിലൊരു പാത്തില്ല. അങ്ങനെയാണ് ഈ ട്രാൻസിസ്റ്റർ T1 ആൻഡ് T2 ആക്ട് ചെയ്യണത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വേർഡ് ലൈൻ ഉണ്ട് ഇവിടെ. ഇത് വേർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ അഡ്രസ് ലൈൻ. അഡ്രസ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിൽ ഇരിക്കുന്ന ഒരു ഡേറ്റ സെല്ലാണ്, ഒരു സ്റ്റോറേജ് സെല്ലാണിത്. അപ്പോൾ ഈ സ്റ്റോറേജ് സെല്ലിനകത്തുനിന്ന് ഡേറ്റ റീഡ് ചെയ്യണം, റൈറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വേർഡ് ലൈൻ അല്ലെങ്കിൽ അഡ്രസ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യണം. ഈ അഡ്രസ് ലൈൻ ആക്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ 2 ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആവും, അതായത് ഈ സ്വിച്ച് ക്ലോസ് ആവും. ഈ സ്വിച്ച് ക്ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് ക്ലോസ് ആയി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നേരെ ഒരു പാത്ത് ഇങ്ങോട്ട് വരികയാണ്. അതുപോലെ ഇപ്പുറത്തെ 2 ബിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബിറ്റ് ലൈൻ ബി ആൻഡ് ബിറ്റ് ലൈൻ ബി ഡാഷ്. അപ്പോൾ ബിറ്റ് ലൈൻ ബി എന്ന് ഒരു പാത്ത് നേരെ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലേക്കും ബിറ്റ് ലൈൻ ബി ഡാഷ് എന്ന് ഒരു പാത്ത് വൈ എന്ന് പറഞ്ഞ പോയിന്റിലേക്കും ഉണ്ടാവുകയാണ് ചെയ്യുക സ്വിച്ച് ക്ലോസ് ആകുമ്പോൾ. അപ്പോൾ ഈ വേർഡ് ലൈൻ ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ 2 സ്വിച്ചും ഓപ്പൺ ആണ്, അതായത് അവിടെ ഒരു പാത്തില്ല, അതിലൊരു കറൻറ്റ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ലാച്ചിനകത്തുള്ള വാല്യൂ അവിടെ എങ്ങനെ റീറ്റെയിൻ ചെയ്യും? അതായത് എക്സിൽ 1 വെച്ചിട്ടുണ്ടെങ്കിൽ വൈയിൽ 0 ആയിട്ട് അത് അവിടെ തന്നെ ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ട് വാല്യൂ പോകാണ്ട് അവിടെ ഇരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ഈ വാല്യൂ റീഡ് ചെയ്യേണ്ടി വരുമ്പോഴും പുതിയ വാല്യൂ റൈറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ട്രാൻസിസ്റ്റർ ഓൺ ആവുള്ളൂ. ഇനി ഇതിനകത്തുനിന്ന് ഡേറ്റ എങ്ങനെയാണ് റീഡ് ചെയ്യാൻ നോക്കാം. റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്തു. വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ട്രാൻസിസ്റ്ററും ഓൺ ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഈ എക്സിലിരിക്കുന്ന വാല്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സ് നിന്ന് ബിറ്റ് ലൈൻ ബിയിലേക്ക് ഒരു പാത്ത് വരികയാണ് ചെയ്യുക ഓൺ ആകുമ്പോൾ. അപ്പോൾ എക്സിലിരിക്കുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് ബിറ്റ് ലൈൻ ബിയിൽ സെൻസ് ചെയ്യാൻ പറ്റും. ഇനി വൈയിലിരിക്കുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് ബിറ്റ് ലൈൻ ബി ഡാഷിൽ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിയിൽ 1 ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ബി ഡാഷിൽ അതിൻ്റെ 0 ആണ് ഇരിക്കുക, ബിയിൽ 0 ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ബി ഡാഷിൽ 1 ആണ് ഇരിക്കുക. അപ്പോൾ ബിയുടെ കോംപ്ലിമെൻ്റാണ് ബി ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് ബിറ്റ് ലൈൻ ബിയിലും ബിറ്റ് ലൈൻ ബി ഡാഷിലും ഉള്ള വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് സെൻസ് ചെയ്യാം. അപ്പോൾ ഇത് എന്തിനാണ് 2 ബിറ്റ് ലൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു കോംപ്ലക്സ് സർക്യൂട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഡേറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു സെല്ല് മാത്രമാണ്, ഇതുപോലെ കുറേ സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടറി തന്നെ ഉണ്ടാവും അത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ.
അപ്പം മനസ്സിലാക്കുക, 2 ബിറ്റ് ലൈൻ ഉണ്ട്, അത് രണ്ടും കോംപ്ലിമെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇതിനകത്തേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേർഡ് ലൈൻ അല്ലെങ്കിൽ അഡ്രസ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യും, 2 ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആവും. അപ്പോൾ ഓൺ ആയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് റൈറ്റ് ചെയ്യേണ്ട ഡേറ്റ എന്താണെന്ന് വെച്ചാൽ അത് ബിറ്റ് ലൈൻ ബിയിൽ വയ്ക്കും. ഇപ്പോൾ 1 ആണ് റൈറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബിറ്റ് ലൈൻ ബിയിൽ 1ഉം വയ്ക്കും, ബി ഡാഷിൽ 0യും വയ്ക്കും. എന്നിട്ട് അഡ്രസ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഈ 2 സ്വിച്ചും ക്ലോസ് ആവും. ഈ 1 എന്ന് പറഞ്ഞ ഡേറ്റ എവിടെ അവൈലബിൾ ആവും? എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ അവൈലബിൾ ആവും. അതുപോലെ 0 എന്ന് പറഞ്ഞ ഡേറ്റ വൈ എന്ന് പറഞ്ഞ പോയിന്റിലും അവൈലബിൾ ആവും. ഇങ്ങനെയാണ് അതിനകത്തേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാം. ദെൻ ഡൈനാമിക് റാം. ഒരു സ്റ്റാറ്റിക് മെമ്മറി എന്താണ്, ഡൈനാമിക് മെമ്മറി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈനാമിക് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരിയോഡിക് റീഫ്രഷിങ് ആവശ്യമുള്ള മെമ്മറിയാണെന്ന് പറഞ്ഞു. അതിന് കാരണം നമ്മൾ കപ്പാസിറ്റേഴ്സ് വെച്ചിട്ടാണ് ഡൈനാമിക് മെമ്മറിയുടെ അകത്ത് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൈനാമിക് റാമിനെ നമ്മൾ DRAM എന്നാണ് ഷോർട്ടായിട്ട് വിളിക്കുക. ഡൈനാമിക് റാമിൻ്റെ സെൽ എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഡയഗ്രത്തിൽ വരച്ചിട്ടുള്ളത്. ഇവിടെയും നമുക്കൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്, അതുപോലെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. നേരത്തെ 2 ട്രാൻസിസ്റ്റേഴ്സ് സ്വിച്ചസ് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ 2 ഇൻവേർട്ടർ ഉണ്ടായിരുന്നു. ആ 2 ഇൻവേർട്ടർ ഉണ്ടാക്കിയിരിക്കുന്നതും ട്രാൻസിസ്റ്റർ കൊണ്ടാണ് കേട്ടോ. മൊത്തം 6 ട്രാൻസിസ്റ്റേഴ്സാണ് സാധാരണ ഒരു സ്റ്റാറ്റിക് റാം സെല്ലിൽ വരിക. അതേസമയം ഡൈനാമിക് റാം സെല്ലിനകത്ത് ഒരു ട്രാൻസിസ്റ്ററാണ് വരിക, ദെൻ ഒരു കപ്പാസിറ്ററും. അപ്പോൾ ഇതിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ആബ്സെൻസ് ഓഫ് ചാർജ് ആൻഡ് പ്രസൻസ് ഓഫ് ചാർജ്, ഇതാണ് ഇതിനകത്തുള്ള വാല്യൂ സ്റ്റോറേജിൻ്റെ 2 സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ. ആബ്സെൻസ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ 0യും പ്രസൻസ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ 1ഉം. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇവിടെ സ്റ്റോർ ചെയ്തത് 1 ആണെന്നും, കപ്പാസിറ്റർ ചാർജ് ഇല്ലാണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോർ ചെയ്ത വാല്യൂ 0 ആണെന്നുമാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെയും നമ്മുടെ സ്വിച്ചിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു വേർഡ് ലൈൻ ഉണ്ട്. വേർഡ് ലൈൻ ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുകയാണെങ്കിൽ സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. വേർഡ് ലൈൻ ആക്റ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുകയാണെങ്കിൽ സ്വിച്ച് ഓപ്പൺ ആയിരിക്കും. വേർഡ് ലൈൻ ആക്റ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഇതിലൊരു ഫ്ലോ ഉണ്ടാവും. ഇനി ഇതിലെങ്ങനെയാണ് ഡേറ്റ റൈറ്റ് ചെയ്യാൻ നോക്കുക. ഡേറ്റ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യേണ്ട ഡേറ്റ ഈ ബിറ്റ് ലൈനിൽ വെച്ചു. ഇപ്പോൾ 1 റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിറ്റ് ലൈനിൽ വെച്ചു, വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്തു, അപ്പോൾ ഈ സ്വിച്ച് ക്ലോസ് ആയി. അപ്പോൾ ഡേറ്റ ഇവിടെ അവൈലബിൾ ആവും, ഇവിടെ ഈ കപ്പാസിറ്ററിൻ്റെ അടുത്തേക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഡേറ്റ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ ഡിഫൈൻഡ് വോൾട്ടേജ് ഉണ്ടാവും, ആ വോൾട്ടേജ് ബിറ്റ് ലൈനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ വോൾട്ടേജ് എവിടെ അവൈലബിൾ ആവും? കപ്പാസിറ്ററിലേക്ക് വരും. അപ്പോൾ കപ്പാസിറ്റർ ഒരു പെർട്ടിക്കുലർ ലെവലിൽ ചാർജ് ചെയ്യും. അപ്പോൾ 1 ആണ് വെച്ചതെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇത് 0 ആണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ അത് പോകും. അങ്ങനെയാണ് വാല്യൂ സ്റ്റോർ ചെയ്യാം. ഇനി റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ക്ലോസ് ആവും. അപ്പോൾ ആ സമയത്ത് ഇത് ചാർജ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത് അതോ ചാർജ് ഇല്ലാതെയാണോ ഇരിക്കുന്നത് എന്നുള്ളത് ഈ ബിറ്റ് ലൈനിൽ സെൻസ് ചെയ്യാൻ പറ്റും. അത് സെൻസ് ചെയ്തിട്ടാണ് ഇവിടെ 1 ആണോ 0 ആണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ മെമ്മറിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വെച്ചാലും കുറച്ച് സമയമേ ചാർജ് ഇരിക്കുകയുള്ളൂ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചാർജ് ഉണ്ടെങ്കിലാണ് അതിന് 1 എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ നമ്മൾ 1 എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ 0 ആയിട്ട് മാറും. അപ്പോൾ അത് ചാർജ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങനെ പോകാൻ പാടില്ല. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ 2-3 മില്ലി സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്ക് ഇത് ഡിസ്ചാർജ് ആകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കൽ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ അതിനകത്ത് റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പീരിയോഡിക്കായിട്ട് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ കപ്പാസിറ്ററിനെ റീഫ്രഷ് ചെയ്യാനായിട്ട് ഒരു സർക്യൂട്ടറിയും കൂടി ഇതിൻ്റെ കൂടെ അഡീഷണൽ വേണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാമിനേക്കാളും ഒരുപാട് കമ്പോണൻസ് കുറവാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പേസും മതി, കുറച്ച് കമ്പോണൻസ് മതി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഡൈനാമിക് റാമാണ് നല്ലത്. പക്ഷേ ഒരു എക്സ്ട്രാ ബേർഡൻ വരണമെന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ സർക്യൂട്ടറി വേണം. അപ്പോൾ മെമ്മറി യൂസിങ് ഡൈനാമിക് സെൽസ് റിക്വയർ എ കോംപ്ലിക്കേറ്റഡ് ഓർഗനൈസേഷൻ ആൻഡ് കൺസിഡറബിൾ എക്സ്റ്റേണൽ സർക്യൂട്ടറി. ഒരു കോംപ്ലിക്കേറ്റഡ് ഓർഗനൈസേഷനാണ്, ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടറി വേണം. അങ്ങനെ പറയാൻ കാരണം ഇതാണ്, പീരിയോഡിക് റീഫ്രഷിങ് ആവശ്യമുള്ളതുകൊണ്ട് അത്ര ഒരു സിമ്പിൾ ഓർഗനൈസേഷൻ ആയിരിക്കില്ല. പിന്നെ അഡീഷണൽ സർക്യൂട്ടറി റീഫ്രഷ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്.
So its advantages, it can integrate about 4 times the number of dynamic cells in a chip compared to സ്റ്റാറ്റിക് സെൽസ്. അതായത് സ്റ്റാറ്റിക് സെല്ലിനകത്ത് ഒരുപാട് കമ്പോണൻസ് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സ്പേസ് എടുക്കും. അപ്പോൾ ഇവിടെ ആകെ 2 കമ്പോണൻസേ വരുന്നുള്ളൂ ഡൈനാമിക്കിൽ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാറ്റിക് സെല്ലിനേക്കാളും ഒരു 4 ടൈംസ് കൂടുതൽ മെമ്മറി സെല്ലുകൾ ഡൈനാമിക് റാം ആണെങ്കിൽ നമുക്ക് പാക്കേജ് ചെയ്യാൻ പറ്റും അതേ സ്പേസിൽ. ദെൻ ലോവർ പവർ കൺസംഷനാണ്. അപ്പോൾ നമുക്കത് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടറിയൊക്കെ ആവശ്യമുണ്ട് റീഫ്രഷിങ്ങിനെന്നുണ്ടെങ്കിലും അതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും പവർ കൺസംഷൻ ഒരുപാട് വരുന്നില്ല. സ്ലൈഡിൽ എഴുതിയ കൺസംഷൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. കൺസ്യൂം എന്നുള്ള പോലെയാണ് സ്പെല്ലിംഗ് വരിക. അപ്പോൾ അതാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും റാം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇപ്പോൾ കാണിച്ചത് 2 ഈ റാം സെല്ലാണ് കേട്ടോ. ഒരു ഡൈനാമിക് റാം സെല്ലും സ്റ്റാറ്റിക് റാം സെല്ലും. അപ്പോൾ അങ്ങനത്തെ കുറേ സെല്ലുകൾ ചേർന്നിട്ടാണ് നമ്മുടെ റാം ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേർഡ് ലൈനും ബിറ്റ് ലൈനും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് വേറൊരു സർക്യൂട്ടറി ഉണ്ടാവും. അത് എങ്ങനെയാണോ റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടറി ചേർന്നിട്ട് ഒരുപാട് സെല്ലുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക, ഒരു റാം ഉണ്ടാവുക.